ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. മാന്ത്രിക ശക്തിക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ സാത്താന് വിൽക്കുന്ന ഒരു സ്കോളറിൻ്റെ കഥയാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന ക്രിസ്റ്റഫർ മാർലോയുടെ നാടകത്തിൽ പറയുന്നത്. ഒരു ജർമ്മൻ കഥയെ അടിസ്ഥാനമാക്കി 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നാടകമാണിത്. ലൂസിഫറുമായി കരാറിൽ ഏർപ്പെടുന്ന അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു നാടകത്തിൽ പറയുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായാണ് ഫോസ്റ്റേഴ്സിനെ കാണിക്കുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവ് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുകയും പിന്നീട് അതൊരു സ്വാർത്ഥതയായി മാറുകയുമാണ് ചെയ്യുന്നത്. അറിവ് സമ്പാദിക്കാനായി എല്ലാ വഴികളും ശ്രമിക്കുന്ന ഫോസ്റ്റേഴ്സിന് ദുർമന്ത്രവാദമാണ് അതിനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. വാൽഡസ് കൊർണീലിയസ് എന്ന പേരുള്ള മന്ത്രവാദികളുടെ സഹായത്തോടെ ഫോസ്റ്റേഴ്സ് ദുർമന്ത്രവാദം പഠിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതേസമയം ഫോസ്റ്റേഴ്സിനെ അതിൽ നിന്ന് തടയാനായി ഒരു നന്മയുടെ മാലാഖ, അതായത് ഗുഡ് ഏഞ്ചലും അതിലേക്ക് പ്രേരിപ്പിക്കാനായിട്ട് ബാഡ് ഏഞ്ചലും വരികയാണ് ചെയ്യുന്നത്. ഫോസ്റ്റേഴ്സ് സാത്താനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മെഫിസ്റ്റോഫെലിസ് അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. താൻ വിളിച്ചിട്ടാണ് മെഫിസ്റ്റോഫെലിസ് വന്നതെന്ന് ഫോസ്റ്റേഴ്സ് വിചാരിക്കുന്നുണ്ടെങ്കിലും താൻ സ്വയം തൻ്റെ ഇഷ്ടത്തിന് വന്നതാണെന്നും മാത്രമല്ല ലൂസിഫറിനാണ് താൻ അടിമപ്പെട്ടിരിക്കുന്നതെന്നും മെഫിസ്റ്റോഫെലിസ് ഫോസ്റ്റേഴ്സിനോട് പറയുന്നു. ലൂസിഫറിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചുമെല്ലാം ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫെലിസിനോട് ചോദിക്കുന്നുണ്ട്. ലൂസിഫറിനോട് സംസാരിച്ച് തിരിച്ചു വരാൻ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫെലിസിനോട് പറയുന്നു. മെഫിസ്റ്റോഫെലിസ് തിരിച്ചു വരുമ്പോൾ ഫോസ്റ്റേഴ്സ് ലൂസിഫറുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അതുപ്രകാരം 24 വർഷം മെഫിസ്റ്റോഫെലിസ് ഫോസ്റ്റേഴ്സ് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുമെന്നും എന്നാൽ 24 വർഷം തികയുമ്പോൾ ഫോസ്റ്റേഴ്സിന്റെ ശരീരവും ആത്മാവും ലൂസിഫറിന് നൽകേണ്ടി വരുമെന്നും പറയുന്നു. സ്വന്തം രക്തം കൊണ്ടാണ് ഫോസ്റ്റേഴ്സ് ഈ ഉടമ്പടി എഴുതുന്നത്. പിന്നീട് ഫോസ്റ്റേഴ്സ് തനിക്ക് ആവശ്യമുള്ള പലതും മെഫിസ്റ്റോഫെലിസിനോട് ചോദിക്കാൻ ആരംഭിക്കുന്നു. ആദ്യമായി ഒരു ഭാര്യയെ തന്നെയാണ് ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫെലിസിനോട് ചോദിക്കുന്നത്. എന്നാൽ കല്യാണത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ മെഫിസ്റ്റോഫെലിസ് അതിനെ തള്ളിക്കളയുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഫോസ്റ്റേഴ്സ് ദൈവത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ തുടങ്ങുകയും അപ്പോൾ ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫോസ്റ്റേഴ്സിന് മനംമാറ്റം സംഭവിക്കുമോ എന്ന് പേടിച്ച് ആ സമയത്ത് ലൂസിഫർ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഫോസ്റ്റേഴ്സിനെ തൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് 7 ഡെഡ്ലി സിന്നുകൾ ഫോസ്റ്റേഴ്സിന് ലൂസിഫർ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം ഫോസ്റ്റേഴ്സും മെഫിസ്റ്റോഫെലിസും യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നു. റോമിലേക്ക് പോയി പോപ്പിനെ കാണുകയും അതിനുശേഷം അവിടുത്തെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ചക്രവർത്തി മരിച്ചുപോയ അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ തിരികെ കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ ഫോസ്റ്റേഴ്സ് അങ്ങനെ ചെയ്ത് കാണിച്ച് അവരെ അമ്പരിപ്പിക്കുകയും അതിനുശേഷം വാൻഹോൾട്ടിലെ ഡ്യൂക്കിന്റെയും ഡച്ചസിന്റെയും അടുത്തുപോയി അവിടെയും തന്റെ മന്ത്രവാദങ്ങൾ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു കുതിരവിൽപ്പനക്കാരനെയും തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഫോസ്റ്റേഴ്സ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ 24 വർഷം കഴിയാറാവുകയാണ്. ഇതിനിടയിൽ താൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട് അയാൾ. തന്റെ തെറ്റുകളുടെ വലിപ്പം കാരണം പശ്ചാത്തപിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ പശ്ചാത്തപിക്കുന്നതിനു പകരം ലൂസിഫറുമായുള്ള കരാർ പുതുക്കുകയാണ് ഫോസ്റ്റേഴ്സ് ചെയ്യുന്നത്. അവസാന നിമിഷങ്ങളിൽ തന്നെ വെറുതെ വിടണമെന്ന് ഫോസ്റ്റേഴ്സ് യാചിക്കുന്നുണ്ടെങ്കിലും ലൂസിഫർ അവനെ നരകത്തിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന കഥ അവസാനിക്കുന്നത്. ഇതിലുടനീളം ശ്രദ്ധിക്കേണ്ടത് പശ്ചാത്തപിക്കാനും രക്ഷപ്പെടാനും ഫോസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും തന്നെ ഉപയോഗിക്കുന്നുമില്ല. മാത്രമല്ല തൻ്റെ തെറ്റുകൾക്ക് ദൈവം ഒരിക്കലും മാപ്പ് തരില്ലെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഉടമ്പടി പുതുക്കാൻ കാണിക്കുന്ന ധൈര്യം പോലും പശ്ചാത്തപിക്കാൻ വേണ്ടി അയാൾ കാണിക്കുന്നില്ല. ഇതിൽ വാഗ്നർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെർവൻറ്റ് ഫോസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ ഈ ഒരു ഫോസ്റ്റേഴ്സിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ ഇതിലൊരു സപ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലേയിൽ വരുന്നത്. കാരണം ഇതിൽ വാഗ്നറും ഒരു ക്ലൗണും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വാഗ്നറും ഫോസ്റ്റേഴ്സിനെ പോലെ തന്നെ ദുർമന്ത്രവാദം കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ വാഗ്നർ മെഫിസ്റ്റോഫെലിസിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നാൽ ഇതിൽ മെഫിസ്റ്റോഫെലിസ് വളരെയധികം ദേഷ്യപ്പെടുകയും അങ്ങനെ വാഗ്നറിനെയും ക്ലൗണിനെയും ഒരു ആനിമലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 16-ാം നൂറ്റാണ്ടിലെ എലിസബത്തീൻ നാടകങ്ങളുടെ പ്രത്യേകതയായിരുന്നു ഈ ഒരു സപ്ലോട്ട് എന്ന് പറയുന്ന കാര്യം. അങ്ങനെ ഡോക്ടർ ഫോസ്റ്റേഴ്സിലെ ഒരു സപ്ലോട്ട് എന്ന നിലയിലാണ് ഈ ഒരു വാഗ്നറിൻ്റെയും ക്ലൗണിൻ്റെയും കാര്യം വരുന്നത്.
16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെങ്കിലും നമുക്കെല്ലാവർക്കും ഇപ്പോഴും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്വാർത്ഥത, തെറ്റ്, പശ്ചാത്താപം എന്നിവയെക്കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ പോലെ ഒരു ദിവസം നിങ്ങൾക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചാലോ, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? മാത്രമല്ല, ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.